ട്രിവാൻഡ്രത്ത് ഒരു ബീച്ച് റേസ് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മളിവിടെ അറിഞ്ഞിട്ടുണ്ടോ? ഇന്നിവിടെ നമ്മുടെ കഴക്കൂട്ടത്ത് പുതുക്കുറിച്ചിൽ ഒരു ബീച്ച് റേസ് നടക്കുവാണ്. ഓക്കെ, ദെൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഡ്യൂഡ് ആൻഡ് ബഡി. ദിസ് ഇസ് ഡ്യൂഡ്. ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത്, ആദ്യമായിട്ടല്ല ഇതിന് മുന്നേ നടന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര പബ്ലിസിറ്റിയോടെ ഇപ്പോൾ നടക്കുന്ന ഒരു ഈ കോവിഡിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ബീച്ച് റേസ് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് കാണാം പുതുക്കുറിച്ചിയിൽ നമ്മുടെ ഒരു ബീച്ച് റേസ് നടക്കുവാണ്. എന്താ പറയണ്ടേ, ഈ ഒരു കാലാവസ്ഥയിൽ ഇത്രയും പേര് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ക്രൗഡ് കണ്ടായിരുന്നോ ബീച്ച് റേസ്? ഹായ്, ഇതിന്റെ സംഘാടകരാണോ? വീണ് നല്ലൊരു റൈഡറാണ് ഈ കാണുന്നത്. പിന്നെ ബിഗിനിങ് കുഴപ്പമൊന്നുമില്ല, നമ്മള് പിന്നെ പിന്നെ അല്ലാണ്ട് ചിൽ ബ്രോ. ഓക്കെ, പറയണ്ട, നമ്മുടെ റൈഡേഴ്സിൻ്റെ ആവേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയണ്ടേ, എല്ലാവരും ചില്ലാണ്. ഈ കോവിഡിൻ്റെ ഇടയിൽ ഇത്രയും ഇങ്ങനെ ഓരോ സംഭവം, ഇപ്പം ഒമിക്രോൺ വരെ വരുന്നു, എന്നാലും എന്താ പറയണ്ടേ, എല്ലാവരും ഇങ്ങനെ ചില്ലായിട്ട് ഇപ്പോൾ നമ്മുടെ റേസ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അതും നമുക്ക് കാണാം, നമ്മുടെ റേസ് എങ്ങനെയാണ്, ബീച്ച് റേസ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതിൽ ഒന്ന് രണ്ട് പേര് ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഒന്ന് രണ്ട് ഫേമസ് ആയ വ്യക്തികളുണ്ട്, നമുക്ക് അവരെല്ലാം മീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ബീച്ച് റേസ് ഫസ്റ്റ് റേസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ദെൻ നമ്മുടെ എല്ലാവരും എല്ലാവരും വണ്ടി റേസ് ചെയ്ത് ട്രാക്കിലോട്ട് ഇറങ്ങി നിൽക്കുവാണ്. നമുക്ക് കാണാം അത്. ടു സ്ട്രോക്കിലാട്ടോ ഈ ഇതെല്ലാം ഇറങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ ബീച്ച് റേസ് ആയിട്ട് നടക്കുന്ന ടു സ്ട്രോക്കിലാണ്. ടു സ്ട്രോക്ക് അപ്ഗ്രേഡ് ചെയ്ത് ടു സ്ട്രോക്കിലാണ് ഇവിടെ ബീച്ച് റേസ് നടക്കുന്നത്. സോ നമുക്കിപ്പം നമ്മുടെ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മുടെ റേസസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ദെൻ നമുക്കിതിൻ്റെ എന്താ പറയുക, ഈ ബീച്ച് റേസിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ തീം, നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്താ നമുക്ക് ഇവിടെ ഉള്ളവരോട് നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, ചേട്ടൻ്റെ പേര് എങ്ങനെയാണ്? എൻ്റെ പേര് ജെറാൽ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് രാജു. എന്താണ് ചേട്ടാ നമ്മുടെ ഈ ബീച്ച് റേസിൻ്റെ എന്താ പറയണ്ടേ, ഇതിൻ്റെ ഇത് ഓരോ വർഷവും ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ വിധവിധമായ കലാപരിപാടികളൊക്കെയാണ് വെച്ച് പോകുന്നത്. ഓരോ വർഷം തോറും മാറി മാറി വരുന്നുണ്ട് ഓരോ പരിപാടികൾ. ഇപ്പം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബോട്ട് റേസിങ് നടത്തി, സൈക്കിൾ റേസിങ് ആയിട്ട്, ബൈക്ക് റേസിങ്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ലോ റേസിങ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഈ 30 വർഷം കൊണ്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇതേ വർഷങ്ങളിൽ ഇതേ മാസങ്ങളിൽ ഇങ്ങനെ നടത്താറുണ്ട്. സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയണ്ടേ, എത്രയിൽ ഒന്നും പറയാനില്ല. ഇതേ വരുന്നു. ഒന്നും പറയാനില്ല. വാവ്, എല്ലാവരും ഇഞ്ചോടിഞ്ച് പോരാട്ടോ, ഒന്നും പറയാനില്ല. വാവ്, നെക്സ്റ്റ് റൗണ്ട് പോവുകയാണ്. നെക്സ്റ്റ് ലാപ്പ്. ദെൻ ബ്രോ, നമ്മുടെ വിഷ്ണു ബ്രോ, നമ്മുടെ ട്രിവാൻഡ്രത്തെ വിഷ്ണു എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാൻ പറ്റും. പുള്ളിക്കാരൻ്റെ റേസാണ് അടുത്ത് വരുന്നത്. ദെൻ നമുക്കത് കാണാം. അവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ഒരു കാണുന്ന ആ റെഡാണ് ഇത്. ഇതിലിറങ്ങിയ ഒരു റൈഡറാണ്. കണ്ണടച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. വല്ലതും കിട്ടിയാ ബ്രോ?
യാ ബ്രോ, പേരെങ്ങനെയാണ് ബ്രോ? അനൂപ്. എറണാകുളത്ത് നിന്നാണല്ലേ? ഓക്കെ. ഇറങ്ങി വണ്ടി ഇതാണോ? അനൂപ് ബ്രോയാണ് ഇതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത്. പുള്ളി എറണാകുളത്ത് എവിടെയാണ് ബ്രോ? കലൂരാണ്. ബീച്ച് റേസിന് സ്ഥിരമായിട്ട് ഇറങ്ങുന്നതാണോ? പുള്ളിയുടെ ചുറ്റും നിൽക്കുന്ന ക്രൗഡ് ഉണ്ടായിരുന്നു. യാ, ഫുൾ ഫാൻസാണ്. യാ, താങ്ക് യു ബ്രോ.